സുനിൽ ഐസക് കൂടി ചേരുകയാണ്. സുനിൽ, ഒരു മഞ്ഞുരുകൽ ഒരു സമവായത്തിൽ എത്തിച്ചേരും ഇപ്പോഴുണ്ടാകുന്ന ആ കൂടിക്കാഴ്ചയിൽ? മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടും എന്നാണോ വിലയിരുത്തേണ്ടത്, അതോ ഒരു കടുത്ത നിലപാടിലേക്ക് CPI കടക്കാനുമിടയുണ്ടോ? ദിവ്യ, കടുത്ത നിലപാട് CPI തുടരാനുള്ള സാധ്യതയില്ലെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അതുകൊണ്ട് തന്നെയാണ് രാവിലെ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഏതെങ്കിലും കടുത്ത നിലപാട് എടുക്കാതിരുന്നത്. മാത്രമല്ല, രാവിലെ CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുമ്പോൾ തന്നെ മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തെ ഫോണിൽ വിളിച്ച് എന്തൊക്കെയാണ് തീരുമാനങ്ങളെന്ന് വിശദീകരിച്ചിരുന്നു. മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോവരുതെന്ന് മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തോട് പറയുകയും ചെയ്തു. പിന്നാലെയാണ് 3:30 ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച മുഖ്യമന്ത്രി തന്നെയാണ് ബിനോയ് വിശ്വത്തോട് നിർദ്ദേശിക്കുന്നത്. അതനുസരിച്ചാണ് ആലപ്പുഴയിൽ പുന്നപ്ര വയലാർ പരിപാടി നടക്കുന്നതിന് തൊട്ടു മുമ്പായി ഈ വിഷയം പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകാമെന്നൊരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും CPIയും ആ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. ഈ 2 തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കെത്തി നിൽക്കെ മുന്നണിയിൽ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവേണ്ടതില്ല. പക്ഷേ ഞങ്ങൾക്ക് അമർഷമുണ്ട്, തങ്ങളുടെ അമർഷമായി തന്നെ നിലനിൽക്കുന്നു, അത് കൃത്യമായി അവതരിപ്പിക്കുക തന്നെ വേണം എന്നായിരുന്നു എക്സിക്യൂട്ടീവിൽ ഭൂരിഭാഗം അംഗങ്ങളും പറഞ്ഞത്. അതനുസരിച്ച് ആ അമർഷം അതിൻ്റെതായ അർത്ഥത്തിൽ, അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളാം എന്നൊരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയുമാണ് CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം CPIയുമായി ചർച്ച ചെയ്ത് അനുരഞ്ജനത്തിന്റെ പാത തെളിക്കാനായി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സംസാരിക്കുന്നു. നമുക്കറിയാം, പ്രധാനമായും ചില തീരുമാനങ്ങൾ ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതായത്, ഒന്ന്, PNC പദ്ധതിയിൽ ഒപ്പുവെച്ച പദ്ധതിയിൽ നിന്ന് പിന്മാറുക. അതിന് ചില സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. അത് വലിയ നീണ്ട നിയമ നടപടികളിലേക്കൊക്കെ നയിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇനി 1.5 വർഷം കൂടി മാത്രമാണ് ഈ പദ്ധതിയുടെ കാലാവധി ബാക്കിയുള്ളത്. ആ 1.5 വർഷക്കാലത്തേക്ക് അതിന്റെ ഫയൽ നീക്കം അടക്കമുള്ള നടപടികൾ താൽക്കാലികമായി മരവിപ്പിക്കുക, അതായത് അത് വൈകിപ്പിക്കുക, സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, 143 സ്കൂളുകളുടെ ലിസ്റ്റ്, മറ്റ് കാര്യങ്ങളൊക്കെ ഇനി നടത്തേണ്ടതുണ്ട്. അത്തരം ഫയൽ നീക്കങ്ങൾ വൈകിപ്പിക്കുക. ആരൊക്കെ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നു, കൂടിക്കാഴ്ച ആരംഭിച്ചു കഴിഞ്ഞോ എന്നതിലേക്കൊക്കെ വളരെ വേഗത്തിൽ മടങ്ങി